നോമ്പും അള്ളാഹുവിനുള്ള സമർപ്പണമാ. തന്റെ വികാര വിചാരങ്ങളെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അതും മാനസികമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. തന്റെ ശാരീരികമായ വികാര വിചാരങ്ങളെ എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാത്. പല രീതിയിലുള്ള വികാര വിചാരങ്ങൾ ഉണ്ടെങ്കിലും എൻ്റെ എല്ലാ വികാര വിചാരങ്ങളെയും അള്ളാഹുവിൻ്റെ തൃപ്തിക്കനുസരിച്ച് ക്രമപ്പെടുത്തുക. അപ്പൊ നോമ്പും അള്ളാഹുവിനുള്ള സമർപ്പണം. വഹജ്ജിൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. പരിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുക. അത് അള്ളാഹുവിലേക്കൊരു യാത്രയാണ്, പടച്ച റബ്ബിന്റെ ഭവനത്തിലേക്കുള്ള യാത്രയാണ്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. അല്ലാഹുവിലേക്കുള്ളൊരു യാത്ര. ആ യാത്രയിലൂടെ റബ്ബിലേക്ക് സമർപ്പണം ചെയ്യലാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ ഭവനം തവാഫ് ചെയ്യുന്നു. അതേപോലെ സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ സഅയ് ചെയ്യുന്നു. അറഫയിൽ പോയി നിൽക്കുന്നു, മിനയിൽ പോയി രാപ്പാർക്കുന്നു, ജംറകളിൽ കല്ലെറിയുന്നു. എല്ലാം അള്ളാഹു പറഞ്ഞതുകൊണ്ട് റബ്ബിന് വേണ്ടി ചെയ്യുകയാണ്. സമർപ്പണമാണത്. ഞാൻ പറയുന്നത് ഇസ്ലാം തന്നെ സമർപ്പണമാണ്. അതിൽ നമ്മൾ പറയുന്നത് നോമ്പ് സമർപ്പണത്തിന്റെ മാസം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നോമ്പ് സമർപ്പണം നമ്മൾ പറഞ്ഞു. നോമ്പിലെ സമർപ്പണം തന്റെ വികാര വിചാരങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കലാണ്. തന്റെ എല്ലാ വികാര വിചാരങ്ങളും അർഹമുർറാഹിമീനായ റബ്ബിന് വേണ്ടി സമർപ്പിക്കലാണ്. അപ്പം വൈകാരികമായി അള്ളാഹുവിന് സമർപ്പിക്കലാണ് നോമ്പിന്റെ അന്തസത്ത. അതേപോലെ നോമ്പിലൂടെ നമ്മൾ ചെയ്യുന്നത് പലതും ത്യജിക്കുകയാണ്. ഒരാൾക്ക് പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിതനാകാൻ കഴിയണോ, അയാൾ ജീവിതത്തിൽ തൻ്റെ പല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അള്ളാഹുവിന് വേണ്ടി ത്യജിക്കേണ്ടി വരും. നോമ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഈ ഒരു പരിത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ബോധവും കഴിവും ഉണ്ടാക്കിയെടുക്കലാണ് റമദാൻ കൊണ്ട് ലക്ഷീകരിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട പോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അതിലൂടെ മുത്തഖീങ്ങളായി തീരലാണ് അള്ളാഹു ലക്ഷ്യം വെച്ചത് എന്ന് ഖുർആൻ. തഖ്വ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇംതിദാലു അവ്വാമില്ലാഹി തആല വജിത്നാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുകയും നിരോധനങ്ങൾ പൂർണ്ണമായി വെടിഞ്ഞു നിൽക്കുകയും ചെയ്യലാണ്. അതുതന്നെയാണ് നോമ്പ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് അള്ളാഹുവിന് വേണ്ടി വികാര വിചാരങ്ങളെ വെടിയാൻ തയ്യാറാവുക. വിശുദ്ധ ഖുർആൻ ധാരാളം കൽപ്പനകൾ നിറഞ്ഞു കിടക്കുകയാണ്, ധാരാളം വിരോധനകളും നിറഞ്ഞു കിടക്കുകയാണ്. ആ വിരോധനങ്ങളെല്ലാം, ഉദാഹരണം, കള്ള് കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, കളവ് നടത്താൻ പാടില്ല, ഇങ്ങനെ ധാരാളം നിരോധനകൾ നിറഞ്ഞു കിടക്കുകയാണ് ഖുർആൻ. അതെല്ലാം അള്ളാഹു ത്യജിക്കാൻ പറഞ്ഞതെല്ലാം ഒരാൾ ത്യജിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ അള്ളാഹുവിന് സമർപ്പിതനാവാനും കഴിയുകയുള്ളൂ. മഹാന്മാരായ പ്രവാചകന്മാർ, അതേപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരൊക്കെ അങ്ങനെ ത്യജിച്ചതുകൊണ്ട് അവർ അള്ളാഹുവിന് സമർപ്പിതരായത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ത്യജിക്കേണ്ടത് ശിർക്കാണ്. പിന്നെ അതിന് താഴെയുള്ളത് മറ്റെല്ലാം നമ്മൾ ത്യജിക്കാൻ തയ്യാറാകാം. അതിനൊരു പ്രാക്ടീസ് ഉണ്ടാക്കലാണ്, അതിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യലാണ് നോമ്പിന്റെ ലക്ഷ്യമെന്ന് വിശുദ്ധ ഖുർആൻ. അതാണല്ലോ രാവിലെ സുബഹി മുതൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബഹി മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയാണ്. അതാണ് ഒരാൾ നോമ്പൊക്കുമ്പോൾ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കൽ അള്ളാഹു നിഷിദ്ധമാക്കിയതല്ല, സാധാരണ ഹലാലാണല്ലോ ഭക്ഷണം. കുലു വശ്റബൂ ഹനീഅ, കുലു വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, വെള്ളവും ഭക്ഷണവും മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമാണ്. എന്നാൽ ഒരു പ്രത്യേകമായ സമയത്തേക്ക് വെള്ളവും ഭക്ഷണവും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി വർജിക്കണം എന്ന് അല്ലാഹു തആല പറഞ്ഞതിലൂടെ പടച്ചറബ്ബ് ഉദ്ദേശിച്ചത് ഖുർആനിൽ അല്ലാഹു തആല നിരോധിച്ച ഒരുപാട് നിരോധനങ്ങൾ വർജിക്കാൻ നമുക്കൊരു കഴിവുണ്ടാക്കിയെടുക്കലാണ്. എന്തിന്? അള്ളാഹുവിന് സമർപ്പണം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അതാണ് നോമ്പിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചത്. പിന്നെ പരിശുദ്ധ റമളാനിലൂടെ ഉള്ള സമർപ്പണത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്.
മറ്റല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഏത് അമലും അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന അമലാണ്. മറ്റെല്ലാ അമലുകളിലും ആരാധനകളിലും ലോകമാന്യം കടന്നുകൂടാൻ സാധ്യതയുണ്ട്. നിസ്കാരത്തിൽ റിയാ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഹജ്ജിൽ റിയാ വരാൻ സാധ്യതയുണ്ട്. സകാത്തിൽ റിയാ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നോമ്പിൽ അങ്ങനെ ലോകമാന്യം കടന്നുകൂടാൻ കഴിയില്ല. കാരണം ഒരാൾ നോമ്പ് നോറ്റിട്ടുണ്ടോ ഇല്ലേ എന്ന് നോമ്പ് നോറ്റ ആൾക്കല്ലാതെ മറ്റൊരാൾക്കും പറയാനും കഴിയില്ല. അപ്പോൾ ഒരാൾ നോമ്പ് നോൽക്കുമ്പോൾ അയാളെ ലോകമാന്യം വർജിക്കാൻ, അങ്ങനെ അള്ളാഹു വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും വിടിഞ്ഞു നിൽക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ച് പൂർണ്ണമായി അള്ളാഹുവിനെ സമർപ്പണം ചെയ്യാൻ പരിശുദ്ധ റമദാനിലെ വ്രതം നമ്മളെ സഹായിക്കുന്നു എന്ന് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ജീവിതം മുഴുവൻ അള്ളാഹുവിനെ സമർപ്പണം ചെയ്യാൻ ബാധ്യസ്ഥയാണ് നമ്മൾ. അതിനൊരു പ്രാക്ടീസ് മാത്രമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ ഒരാളുടെ എല്ലാം നമ്മൾ നിസ്കാരത്തിൽ പറയണത് ഇന്ന സ്വലാത്തി, എൻ്റെ നിസ്കാരം, വനുസുകി, എൻ്റെ മറ്റാരാധനകൾ, വഹയായ, എൻ്റെ ജീവിതം. കേവലം നിസ്കാരം, നോമ്പ്, സകാത്ത് കൊണ്ട് ഇസ്ലാം അവസാനിക്കുന്നില്ല. പിന്നെ ജീവിതം മുഴുവനും അള്ളാഹുവിനെ സമർപ്പണം ചെയ്യണം. വമഹയായ, എൻ്റെ ജീവിതവും, മമമാതി, എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവേ നിനക്ക് ഞാൻ സമർപ്പണം ചെയ്തിരിക്കുകയാണ്. അതാ നമ്മൾ നിസ്കാരത്തിൽ ചെയ്യുന്ന പ്രതിജ്ഞ, നോമ്പിലൊക്കെ. അപ്പൊ ഏതൊരു അമലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു അമലും അത് അല്ലാഹുവിന് സമർപ്പണം ചെയ്യപ്പെട്ടതാകണോ, അതിന് നിയ്യത്തുണ്ടാകണം. നിയ്യത്തനുസരിച്ച് അമൽ ഖബൂൽ ചെയ്യാന്ന് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ അർത്ഥമാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഏത് അമലും അല്ലാഹു ഖബൂൽ ചെയ്യുന്നത് അവരുടെ കരുത്തനുസരിച്ചാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിയ്യത്ത് പ്രധാനമാണ്. ഒരാൾ കുറെ നേരം നിന്നു, അതുകൊണ്ട് ആ നൃത്തം അല്ലാഹുവിനാവുകയില്ല. ഒരുപാട് നേരം ഒരാൾ റുക്കൂ ചെയ്തു, നിയ്യത്തില്ലാതെ ആ റുക്കൂ റബ്ബിന് സമർപ്പിക്കപ്പെട്ടതാകൂല. അതുകൊണ്ട് നിയ്യത്ത് പ്രധാനം. അതുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിയ്യത്ത്. എല്ലാ അമലിലും കാണാം. സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സക്കാത്താണ് എന്ന് മനസ്സിൽ കരുതുക. സക്കാത്താണ്. ഇപ്പൊ സക്കാത്ത് അതിനും നിയ്യത്തുണ്ടാവൽ നല്ലതാണ്. അതേപോലെ റമദാൻ മാസത്തിലെ നോമ്പ്, നവൈതു സൗമ ഗദിൻ അന്നദാഇ ഫർദി റമദാനി ഹാദിഹി സഅതി ലില്ലാഹി തആല. അതുകൊണ്ടാണ് നമ്മൾ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് ആലിമീങ്ങൾ. റമദാനിന്റെ രാത്രികളിൽ നിയ്യത്ത് ചെയ്യണം. പിറ്റേ ദിവസം അല്ലാഹുവിന് വേണ്ടിയാണ് ഞാൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്. ആ നിയ്യത്തുണ്ടാകുമ്പോൾ ഇത് റബ്ബിനാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഹജ്ജാണെങ്കിലും ഹജ്ജ് ഇഹ്റാമാണ്. നവൈതുൽ ഹജ്ജ വഹറംതു ബിഹി ലില്ലാഹി തആല. അപ്പോൾ പിന്നെ അയാളുടെ നടത്തം, അയാളുടെ തവാഫ്, അയാളുടെ സഅയ്, അയാൾ അറഫയിൽ നിൽക്കുന്നത്, മിനയിൽ പാർക്കുന്നത്, ജംബയിൽ എറിയുന്നത് എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട അമലായി മാറുകയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ എല്ലാം, നോമ്പാവുമ്പോൾ അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുക. അപ്പോൾ അന്നപാനീയങ്ങൾ അയാൾ ഉപേക്ഷിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരാൾ 24 മണിക്കൂറോ 12 മണിക്കൂറോ അല്ലെങ്കിൽ 48 മണിക്കൂറോ ഒരാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചത് അള്ളാഹുവിന് സമർപ്പിതമാവൂല. പടച്ച റബ്ബിന് സമർപ്പിതമാകണമെങ്കിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ, പടച്ച റബ്ബ് പറഞ്ഞ പോലെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അപ്പോഴാണത് അള്ളാഹുവിന് സമർപ്പിതമായ അമലാവുക. എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ജീവിതം പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കുക. അതെങ്ങനെ സമർപ്പിക്കാൻ കഴിയുക? അത് പഠിപ്പിക്കാൻ വന്ന ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അള്ളാഹു പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. അള്ളാഹുവിന്റെ ഹബീബ് നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ ചെയ്യോളൂ. അള്ളാഹുവിന്റെ ഹബീബ് നിരോധിച്ചത് നിങ്ങൾ നിരോധിക്കുകയും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തോളുവെന്ന്. മാത്രമല്ല, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, അള്ളാഹുവിന് നിങ്ങൾ സമർപ്പണം ചെയ്ത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നിങ്ങൾ പടച്ച റബ്ബിന് സമർപ്പണം ചെയ്യാൻ തയ്യാറുള്ളവരാണോ? ഫത്തബിഊനി, അള്ളാഹുവിന്റെ ഹബീബിനെ അക്ഷരം പ്രതി പിൻപറ്റിയാൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അടക്കങ്ങളും അനക്കങ്ങളും എങ്ങനെയാണ് എന്ന് പഠിച്ചു അതനുസരിച്ച് എൻ്റെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളെയും ഒരാൾ ക്രമപ്പെടുത്തുമ്പോൾ അയാൾ അള്ളാഹുവിന് സമർപ്പിതനായി തീരാൻ അയാൾക്ക് കഴിയും. അതിന് പ്രേരിപ്പിക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ. റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും അല്ലേ, റമദാനിന് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉടനെ നമ്മൾ നോമ്പ് തുറക്കുന്നു.
മഗ്‌രിബിന്റെ സമയം ആയാൽ ഉടനെ നോക്കുന്ന ഒരാൾ അത് ഇശാ വരെ ആയിക്കോട്ടെ, കുറച്ചുകൂടി ഞാൻ അള്ളാഹുവിനെ പട്ടിണി കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്താ കാരണം? അത് അള്ളാഹുവിന്റെ ഹബീബ് മുഖേന അള്ളാഹു കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത് എന്ന്. അതനുസരിച്ച് ചിട്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം, ജീവിതത്തിന്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് സമർപ്പണം ചെയ്യാൻ നമുക്ക് കഴിയും. അതിന്റെ നിയ്യത്ത് നന്നാക്കിയാൽ മതി, കരുത്തു നന്നാക്കിയാൽ മതി. അള്ളാഹുവിന് അത് മുഖേന ആ ഇബാദത്ത് ആ കർമ്മം അള്ളാഹുവിനെ സമർപ്പണം ചെയ്യാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലൊക്കെ, കൊറോണ കാലത്ത് ഒരുപാട് ആളുകൾ സേവനം ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ നിയ്യത്ത് നന്നാക്കിയാൽ മാത്രമേ അത് അള്ളാഹുവിന് സമർപ്പണമുള്ളൂ. കാരണം ഈ ജീവിതം തന്ന റബ്ബിന് ജീവിതത്തിന്റെ മുഴുവൻ നിമിഷങ്ങളും നമ്മൾ സമർപ്പണം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് നിയ്യത്ത്, വികാരം. ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ഖൽബിൽ ആ വികാരം ഉണ്ടാവും, അള്ളാഹ് എന്ന വികാരം. പരിശുദ്ധ റമദാൻ ആ വികാരമാണല്ലോ നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിശക്തമായ വിശപ്പുണ്ടെങ്കിൽ, ദാഹമുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിനകത്ത് കയറിയതാണ്. റൂമിനകത്ത് കയറി ആരുമില്ല ഭക്ഷണം കഴിക്കാൻ. ഒരുങ്ങുമ്പോഴാ ഖൽബിന്റെ അകത്ത് നിന്ന് വരുന്നു, ചെയ്യല്ല നീ അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റതാ, ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്റെ കൂടെയുണ്ട്, റബ്ബിനാണല്ലോ നീ പട്ടിണി സമർപ്പിച്ചിരിക്കുന്നത് എന്ന്. അതേ വികാരം എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാകുക ഇബാദത്തായി മാറും. എല്ലാ പ്രവർത്തനത്തിലും, പ്രത്യേകിച്ച് കൊറോണ കൊണ്ട് പല ആളുകളും ബുദ്ധിമുട്ടി കിടക്കുക. വിദേശത്തുള്ള സഹോദരങ്ങളൊക്കെ നാട്ടിലേക്ക് വന്നെങ്കിലോ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ രോഗം പിടിപെട്ട ആളുകൾ വല്ലാതെ വിഷമിക്കുന്നവരാ, അതേപോലെ പിടിപെടാത്തവർ വിഷമിക്കുക. ലോകം മുഴുവൻ എന്തുകൊണ്ട്? ഈ മഹാമാരി കാരണം എല്ലാ മേഖലയും സ്തംഭിച്ചു പോയിരിക്കുകയാണ്. ഒരാൾക്ക് സത്യത്തിൽ അല്ലാഹു തആല റബ്ബിനെ സമർപ്പണം ചെയ്യാൻ അള്ളാഹു നൽകിയ നല്ലൊരു അവസരമാണിത്. സന്തോഷമായാലും സന്താപമായാലും, അതല്ലേ പുണ്യനബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അജബൽ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഇന്നസാബതുഹു സറാഉ ശകർ, അവന് സന്തോഷമുള്ള ഒരു കാര്യം അവനെത്തിയാൽ അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യും. ഫകാന ഖൈറൻ ലഹു, അപ്പോൾ അത് അവന് ഖൈറാവും. വൈന്നസാബതുഹു ദറാഉ, വല്ല വിഷമവും പ്രയാസവും അവനെ ബാധിച്ചാൽ സബറ, അവൻ ക്ഷമിക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ അതും അവന് ഖൈറാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ സെക്കൻഡുകളും അള്ളാഹുവിന് സമർപ്പണം ചെയ്യേണ്ട സെക്കൻഡുകളാണ്. ആ സമർപ്പണം ചെയ്യാൻ അള്ളാഹ് എന്ന വികാരം, ആ വൈകാരികമായ ചിന്ത ഉണ്ടാക്കി തീർക്കുകയാണ് റമദാൻ ചെയ്യുന്നത്. അള്ളാഹ് എന്ന വികാരം ഉണ്ടാക്കുക, അതല്ലേ റമദാന് ബാങ്ക് കൊടുത്ത എല്ലാവരും പള്ളിയിലേക്ക്, എല്ലാവർക്കും ഒരു വിഷമം എന്താ? റമദാന് പഠിച്ചോനെ, റമദാനെങ്കിൽ പള്ളിന്റെ വാതിലൊന്ന് നീ തുറന്നു തരണേ എന്ന്. നാം മുഅ്മിന റമദാനും റമദാൻ അല്ലാത്ത മാസവും പള്ളിയുമായി ബന്ധപ്പെടേണ്ടവരാണ്. 5 നേരത്തെ നിസ്കാരത്തിനും പുരുഷന്മാർ പള്ളിയുമായി ബന്ധപ്പെടേണ്ടവരാണ്. റമദാനാകുമ്പോൾ അല്ലാത്ത കാലത്തുള്ളതിനേക്കാൾ ഒരു പ്രത്യേകമായ വൈകാരികമായ വിഷമം നമുക്കുണ്ടായി. അതന്നെ ആ വൈകാരിക ചിന്ത ഉണ്ടാക്കി റമദാൻ അല്ലാത്ത എല്ലാ കാലഘട്ടത്തിലുമുള്ള നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് റമദാൻ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബ്ലുവന്നകും, തീർച്ചയായും നമ്മൾ നിങ്ങളെ പരീക്ഷിക്കും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയം തന്ന് പരീക്ഷിക്കും. എൻ്റെ സുഹൃത്ത് പോലും അടുത്തു വരുമ്പോൾ അവനെ കാണുമ്പോൾ പേടി, അടുത്തു വരണ്ട എന്നവനോട് പറയും പേടി. വൽജൂഇ, വിശപ്പും നൽകി നിങ്ങളെ നാം പരീക്ഷിക്കും. വിശപ്പ് പാവപ്പെട്ടവനും സാധാരണക്കാരും ധനികനൊക്കെ ഒരേപോലെ ആയി പോയ കാല. വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്ത് കുറച്ചും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വൽ അൻഫുസി, ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞും ഞാൻ പരീക്ഷിക്കും. വത്തമറാത്ത്, പഴങ്ങളെ കുറച്ചു കളഞ്ഞും. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞേക്കണം നബിയേ. അപ്പോ അങ്ങനെ പ്രയാസം പ്രതിസന്ധി സഹിക്കുന്ന സമയത്ത് ടെൻഷൻ ആവുകയല്ലേ ചെയ്യണ്ടേ? ഇതെന്റെ റബ്ബിന്റെ ഖദാഅൻ, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഇത് ക്ഷമിക്കുന്നു എന്ന് അയാൾ ആ രീതിയിൽ ക്ഷമ കൈകൊണ്ടാൽ അയാളുടെ ഓരോ നിമിഷങ്ങളും അല്ലാഹുവിന് സമർപ്പിക്കപ്പെട്ട നിമിഷങ്ങളാകും. ഉലൈക അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, വല്ല പ്രയാസവും വന്നാൽ അവർ ഇങ്ങനെയാണ് പറയുക, ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിൻ്റെതാ റബ്ബിലേക്ക് തന്നെയാ ഞങ്ങൾ മടങ്ങി പോകുന്നത്. കൊറോണ വന്നാലും മരിക്കും, വന്നില്ലേലും മരിക്കും, ഇല്ലേലും മരിക്കും, വന്നാലൊക്കെ മരിക്കും. പക്ഷേ എങ്ങനെ മരിച്ചാലും റബ്ബിലേക്ക് തന്നെയാ തിരിച്ചു പോകുന്നത്.
അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ ഖളാ എന്നോർത്ത് ക്ഷമിക്കുന്ന ആളുകൾ, അവരുടെ ക്ഷമയെ ഓരോ സെക്കൻഡുകളും അവർ റബ്ബിനെ സമർപ്പിക്കുന്നവരാണ്. അപ്പൊ സമർപ്പണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമർപ്പണം. റമദാൻ സമർപ്പണമാണ്, ഹജ്ജ് സമർപ്പണമാണ്. ഹജ്ജ് ജംറയിൽ പോയി കല്ലെറിയ ഇബാദത്താണ്. അങ്ങനെ അത് അള്ളാഹ്ക്കുള്ള സമർപ്പണമാകണേ, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചെയ്യാണ് റബ്ബ് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടത് ഇബാദത്തായി സമർപ്പണമായി മാറുന്നു. അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള മഹാമാരികളുടെ സന്ദർഭവും നമ്മൾ ചെയ്യേണ്ടത്. കച്ചവടക്കാരെ വിഷമിക്കാൻ, ജോലിയുള്ളവർ ജോലിക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുകയാണ്. ആരും അസ്വസ്ഥരാവാതിരിക്കുക. ഇതെന്റെ റബ്ബിന്റെ ഖളാ ആണ് എന്ന് ഓർത്തുകൊണ്ട് ക്ഷമിക്കുക. അതാണ് അപ്പോൾ നമ്മുടെ ഓരോ സെക്കൻഡുകളും റബ്ബിന്. താഊനെ കുറിച്ച്, പ്ലേഗ് രോഗത്തെക്കുറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, നബിയെ പ്ലേഗ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ കൊറോണ എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് രോഗപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലേഗ് മഹാമാരിയായിരുന്നു പഴയ കാലത്തെ. പുണ്യ നബിയോട് ഞാൻ ചോദിച്ചു, നബിയെ താഊനെ കുറിച്ച്, പ്ലേഗിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. ഫഖാല, അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു, ഖാന അദാബൻ, അത് അള്ളാഹുവിൻ്റെ ശിക്ഷയായിരുന്നു. യബഅ്തുഹു അലാ മൻ കാന ഖബലകും, നമ്മുടെ മുമ്പുള്ള ആളുകളുടെ മേൽ അള്ളാഹു ഇറക്കിയ ശിക്ഷയായിരുന്നു പ്ലേഗ്. ഫജഅലഹു അല്ലാഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, ആ പ്ലേഗ് പിടിപെട്ട് ധാരാളം മുഅ്മിനീങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങൾക്ക് ആ പ്ലേഗ് റഹ്മത്താണ്, അനുഗ്രഹമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാം, മാ മിൻ അബ്ദിൻ യകൂനു ഫീ ബലദിൻ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അയാൾ ഒരു നാട്ടിൽ അകപ്പെട്ടു പോയി. എങ്ങനെയുള്ള നാടായ യകൂനു ഫീ ബലദിൻ, ആ നാട്ടിൽ ആ രോഗമുള്ള, പ്ലേഗ് രോഗമുള്ള ഒരു നാട്ടിൽ അകപ്പെട്ടു പോയ ആൾ, ഫയകൂനു ഫീഹി ഫയംകുതു, എന്നിട്ട് അയാൾ ആ നാട്ടിൽ നിന്നു, ലാ യഖ്റുജു സാബിറൻ മുഹ്തസിബ, ധാരാളം പ്രവാസികൾ നാട്ടിലേക്ക് എങ്ങനെങ്കിലും എത്തിക്കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചു കഴിയുന്നവരുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫയകൂനു ഫീഹി, ഒരാൾ പ്ലേഗ് രോഗം പിടിപെട്ട ആ നാട്ടിൽ ഒരാൾ അകപ്പെട്ടു പോയി. ഫയംകുതു, എന്നിട്ട് അയാൾ അവിടെ തന്നെ നിന്നു. ലാ യഖ്റുജു, അയാൾ ആ നാട്ടിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് അയാൾ വന്നില്ല, അതല്ലെങ്കിൽ അതില്ലാത്ത നാട്ടിലേക്ക് അയാൾ പോയില്ല. സ്വാബിറൻ മുഹ്തസിബ, ആ രോഗം എന്നെയും പിടിപെടാം, പകർച്ചവ്യാധിയാണ്, എന്നെ പിടിപെട്ടാലും കുഴപ്പമില്ല, റബ്ബിന്റെ അടുത്ത് നിന്ന് കൂലി ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് അയാൾ ആ നാട്ടിൽ തന്നെ നിന്നാൽ, യഅലമു, എങ്ങനെയാണ് അയാൾ നിൽക്കുന്നത്? അയാൾ ഉറപ്പിച്ചു, അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കുതിബ ലഹു, അള്ളാഹുവിന്റെ വിധിയുണ്ടെങ്കിലല്ലാതെ എന്നെ അത് ബാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അവിടെ നിലയുറപ്പിക്കുകയും ചെയ്താൽ, അയാൾ മരിച്ചു പോയാൽ തന്നെ ഇല്ല കാന ലഹു അജ്റു ഷഹീദ്, അയാൾക്ക് രക്തസാക്ഷിയുടെ ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കൊറോണ കാലത്ത് ഓരോ സെക്കൻഡും നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി എന്ന വൈകാരികത ഉണ്ടാക്കി ആ നിയ്യത്തിലൂടെ ഈ സെക്കൻഡുകൾ മുഴുവനും റബ്ബിന് സമർപ്പിക്കാൻ കഴിയും. ഇത് ക്വാറന്റൈനിലുള്ളവരാണെങ്കിലും അവർക്ക് സമർപ്പിക്കാൻ കഴിയും. നിരീക്ഷണത്തിൽ കഴിയുന്നവരാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാകരുത്, ഞാൻ ആ രോഗിയാണോ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സെക്കൻഡുകൾ പഴിച്ചു കളയരുത്. ഇനിയിപ്പോൾ ഒരാൾ ഈ രോഗം പരിപ്പെട്ടിപ്പെട്ട് സ്വന്തം നാട്ടിലില്ലാതെ മറ്റൊരു നാട്ടിൽ മരിക്കുകയോ അല്ലെങ്കിൽ മറവിട്ട് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയോ ചെയ്തു, മയ്യത്ത് ഏറ്റെടുക്കാൻ ആൾക്കാർ തയ്യാറായില്ല എന്ന് വിചാരിക്കുക. അങ്ങനൊക്കെ അവസ്ഥ ഉണ്ടായാലും ഈ ഒരു രീതിയിൽ ഈ കാലഘട്ടത്തെ ആരെ സമീപിച്ചാലും അത് റബ്ബിനുള്ള സമർപ്പണമായി അല്ലാഹു ഖബൂൽ ചെയ്യുന്ന കാരണം അന്നപാനി ഉപേക്ഷിക്കുന്നത് റബ്ബിനായാൽ അതാണല്ലോ നോമ്പിന്റെ സമർപ്പണം എന്ന് നമ്മൾ പറയുന്നത്. വെള്ളം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കുകയാണ്. അതേപോലെ ഈ രോഗമുള്ള നാട്ടിൽ നിന്ന് രോഗമില്ലാത്ത നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നില്ല, അത് അള്ളാഹുവിന് വേണ്ടി റബ്ബിന്റെ കൽപ്പന, പുണ്യ നബിയുടെ കൽപ്പന മാനിച്ചുകൊണ്ടയാൾ അംഗീകരിച്ചാൽ, അയാൾക്കതിൽ ജീവഹാനി സംഭവിച്ചാൽ പോലും ഷഹീദിന്റെ കൂലി അല്ലാഹു നൽകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇമാം നസായി ഉദ്ധരിച്ച സംഭവമാണ്, മാത റജുലുൻ ബിൽ ഹദീദാൻ മാത റജുലുൻ ബിൽ മദീന, ഒരാൾ മദീനയിൽ മരണപ്പെട്ടു. മിമ്മൻ വുലിദ ബിഹാ, മദീനത്ത് ജനിച്ചു വളർന്ന ആളാണ്, മദീനത്ത് തന്നെ ജനിച്ചു വളർന്ന ഒരാൾ മദീനത്ത് മരണപ്പെട്ടു. ഫസല്ല അലൈഹി റസൂലുള്ളാഹ്,
അള്ളാഹുവിന്റെ ഹബീബ് അയാളുടെ മേൽ മയ്യിത്ത് നിസ്കരിച്ചു. തുമ്മ ഖാല, പിന്നെ റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു, അയാൾ ജന്മനാടല്ലാത്ത മറ്റൊരു നാട്ടിൽ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. ഖാലു, ജന്മനാടല്ലാത്ത മറ്റൊരു നാട്ടിൽ അയാൾ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. റസൂൽ അങ്ങനെയുള്ള വഫാത്തായി കിടക്കുന്നത് ജന്മനാട്ടിലല്ല. പുണ്യനബിയുടെ ജന്മം മക്കത്താണ്. പല ആൾക്കാരും മരിച്ചാൽ നാട്ടിൽ മരിക്കാലോ എന്ന് വിചാരിച്ച് ബേജാറും ചെയ്യണ്ട. ഏതൊരു കാര്യം നിയ്യത്ത് മുഖേന നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനമാണെങ്കിലും അത് മുഖേന റബ്ബിന് സമർപ്പണം ചെയ്യാൻ കഴിയും. അവന്റെ പേരാ മുസ്ലിം. കേവലം നിസ്കരിക്കണമെന്ന പേര് മാത്രമല്ല, കേവലം നോമ്പ് നോൽക്കുന്നവന്റെ പേര് മാത്രമല്ല. ഈ 5 അടിസ്ഥാനത്തിൽ നിന്നും അള്ളാഹു എന്ന വൈകാരിക ഉണ്ടാക്കി തീർക്കുകയാ വിശുദ്ധ ഇസ്ലാം ചെയ്തത്. ജീവൻ മുഴുവൻ റബ്ബിന് സമർപ്പിക്കേണ്ടതാണ്, അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതാണ്. യുദ്ധക്കളത്ത് പോയി ഷഹീദായി മരിച്ചാൽ മാത്രമല്ല ഷഹീദിന്റെ കൂലി അള്ളാഹു നൽകുന്നത്. പുണ്യബി സ്വന്തം ജന്മനാട്ടിലല്ല മരിച്ചു കിടക്കുന്നത്, വഫാത്തായി കിടക്കുന്നത് ഹിജറ പോയ നാട്ടിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജനിച്ചു വളർന്ന് മരണപ്പെട്ടു പോയ ആളുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി പുണ്യനബി സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, അയാൾ തന്റെ ജന്മനാടല്ലാത്ത മറ്റു സ്ഥലത്ത് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. അന്യനാട്ടിൽ ഖാലു, അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, വലിമദാക യാ റസൂലല്ലാഹ്, അതിന്റെ ഹബീബായ നബി അങ്ങനെ പറഞ്ഞത്. ഖാല, അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന റജുല ഇലാ മാത ബിഗൈരി മൗലിദിഹി ഖൈസ ബൈന മൗലിദിഹി ലാ മുൻഖതൈ അഥരിഹി ഫിൽ ജന്ന. അയാൾ സ്വന്തം ജന്മനാടും അയാൾ താമസിക്കുന്ന നാടും തമ്മിൽ എത്ര ദൂരമുണ്ടോ അത്രയും വിശാലത അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ നൽകുന്നതാ. അത്രയും ദൂരം അളക്കപ്പെടും അയാളുടെ കാര്യത്തിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോ പലർക്കും പേടി ഒന്നുമില്ല, മരിക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് മരിച്ചോട്ടെ, ഒന്നും അസ്വസ്ഥരാവേണ്ട. അതേപോലെ ഈ നാട്ടിലുണ്ട് പല ആളുകളും, ഇവരുടെ കുടുംബക്കാർ ഒറ്റപ്പെട്ട് കഴിയാണ്. ബേജാറാവും ചെയ്യേണ്ട. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യമായി മുസ്ലിം എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ലിം, നിങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെടണം എന്ന് പറഞ്ഞപ്പോൾ റബ്ബേ ഞാൻ അള്ളാഹുവിനെ കീഴ്പ്പെട്ടു എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയും മകനെയും അകന്നു നിൽക്കാൻ അള്ളാഹു ഇബ്രാഹിം നബിയോട് കൽപ്പിച്ചല്ലോ. അതല്ലേ ഹജ്ജിൽ പഠിപ്പിക്കണ വലിയ പാഠം. മക്കത്ത് കൊണ്ടുപോയിട്ട് ഓലോട് ഇബ്രാഹിം നബിയോട് ബൈത്തുൽ മുഖദ്ദിലേക്ക് തന്നെ തിരിച്ചു പറഞ്ഞു. അന്നട മക്കത്ത് വിജനമായ സ്ഥലത്ത് ഹാജറ ബിയും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും മാത്രം. നമ്മളെ മക്കൾക്ക് ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കാൻ സന്നദ്ധ പ്രവർത്തകരും ആ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ, ഈ ഓരോ സെക്കൻഡുകളും റബ്ബിന് സമർപ്പണം ചെയ്യാൻ, അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന വൈകാരികതയോടെ നമ്മൾ നിൽക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഏതായാലും ആയില്ലേ, അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. അതിൽ അള്ളാഹുവിന്റെ സമർപ്പണമില്ല, കൂലി നഷ്ടപ്പെട്ടു പോകും. ഈ കൊറോണയുടെ കാലം, പരിശുദ്ധ റമദാൻ 2 രീതിയിലുള്ള സമർപ്പണത്തിന്റെ വലിയ സന്ദേശങ്ങൾ നൽകുന്ന കാലമാണ്.